ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അവരുടെ ഒരു കറന്റ് ട്രൂ തോട്ട്സ് എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ അവർ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി ഏത് രീതിയിലാണ് എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗുമാണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് ശ്രമിക്കുക. സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് അതെല്ലാം നിങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തില് ഒരു പേഴ്സൺ മാത്രം കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കുറച്ചധികം സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടി മാറി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു സ്വാർത്ഥതാ മനോഭാവത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിലും അയാൾക്കും ഉള്ളില് അയാൾക്കെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജെൻഡർ എന്താണോ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തെടുക്കുക. അപ്പൊ ആ ഒരു പേഴ്സൺ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആയതിൽ ഒരുപാട് വേദനകൾ ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇതിനകത്തേക്ക് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയോട് കൂടി അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പരിധിയിൽ കൂടുതലായിട്ട് തല കുനിച്ചു തരിക അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരാനായിട്ടുള്ള ഒരു മടി കാരണം മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എങ്കിൽ പോലും ഈ ഒരു സമയത്തും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് അവർ പോയിരിക്കുന്ന റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു തേർഡ് സിറ്റുവേഷൻ എനർജി നമുക്ക് വന്നിട്ടുണ്ട്. ആ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഈഗോ ക്ലാഷ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഇഷ്യൂസ്, ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ പോയിരിക്കുന്ന എനർജി ആണെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. അവർക്ക് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ എല്ലാ രീതിക്കും ഒരു ചേഞ്ച് വേണം. അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥകളെല്ലാം പൂർണ്ണമായിട്ടും മാറണം എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്ന എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഈ ഒരു വേദനാജനകമായ സിറ്റുവേഷൻ മാറണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു സുഖകരമായ ഒരു അവസ്ഥയല്ല, അല്ലെങ്കിൽ അവിടെ വേദനാജനകമായ കുറെ കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലും നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും എത്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് കാണിക്കാനോ അവർ തയ്യാറാകുന്നില്ല. വളരെയധികം ഒരു ഈഗോ ഉള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം നിങ്ങളുടേത്. കാരണം എന്ന് പറയുന്നത് അവർ വളരെ ഒരു സ്വാർത്ഥതയോട് കൂടി അവരുടെ ഇമോഷൻസ്, അതിപ്പോ നിങ്ങളോടുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് കടന്നു വരണം, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കരുത്, അല്ലെങ്കിൽ നിങ്ങളെ ആയിട്ട് ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുകയും അവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സിറ്റുവേഷൻസും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ ഇപ്പൊ ഈ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന എനർജി തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം. എങ്ങനെയാണോ നിങ്ങളുമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു മൂന്നാമതുള്ള വ്യക്തികൾ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കോമൺ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം തന്നെ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മനസ്സിലാക്കലിൽ നിന്ന് ഇവർ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ട്. അതിൽ ഇവർക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അതായത് ഇവരുടെ ആ ഒരു ഇമോഷൻസ്, ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പുറത്തേക്ക് ഇവർ കാണിക്കാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും ഇവരെ ഇഷ്ടമാണെന്നുള്ളത് ഓർക്കുമ്പോഴാണ് ഇവർക്ക് ഒരു ആശ്വാസം ഉള്ളത്. അപ്പൊ ആ ഒരു ആശ്വാസത്തിൽ നിന്ന് ഇവർ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് തിരികെ വരണമെന്ന് തന്നെയാണ്. അവർക്ക് കുറച്ചധികം കുറ്റബോധവും കാര്യങ്ങളും എല്ലാം ഈ ഒരു ടൈമിൽ തോന്നുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം ഒരു ഡാമേജ് വരുത്തണ്ടായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ നേരിടുന്ന ആ ഒരു സാഹചര്യം എല്ലാം എത്രയും വേഗം മാറാനായിട്ട് അവർ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഒരു നെഗറ്റിവിറ്റിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവർക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആ ഒരു തോട്ട്സ്, ഇവരുടെ മൈൻഡ്, ഇതിലെല്ലാം ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെയുള്ള ഒരു ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ചിന്തകൾ. പക്ഷെ ആ ഒരു ഈഗോ, അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് കുറച്ചൊരു താഴ്ച കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ പെട്ടെന്ന് ഒരു ഉയർച്ചയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവര് അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഇവരുടെ ഒരു സ്വാർത്ഥത കൈവിട്ട് പോകാത്ത രീതിയിലേക്ക് നിങ്ങളിലേക്ക് എത്തണം. അത് ചിലപ്പോൾ നിങ്ങളെ ഇവരിലേക്ക് തന്നെ attract ചെയ്യിക്കണം. ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത്. ഒരു ലിമിറ്റ് വരെ ഇതിനകത്തേക്ക് ആ ഒരു രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രമാണ് തന്റെ ഒരു പടി താഴേക്ക് ഇറങ്ങാനായിട്ട് ഇവർ തയ്യാറാവുകയുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തികൾ തന്നെയാണ് ഇവര്. നിങ്ങളുടെ ബന്ധത്തിൽ വളരെയധികം സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു ബന്ധത്തിന്റെ സിറ്റുവേഷനിൽ നിന്ന് ഇവരായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്കിവിടെ കാണിക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി അവരുടെ ഒരു തോട്ട്സ്, അവരിപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളും, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുവാണെങ്കിൽ ഇവർക്ക് ഇപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം തോന്നുന്നുണ്ട്. ലവേഴ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു പ്രണയം, ഒരു അട്രാക്ഷൻ, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഒക്കെ അവർക്ക് നിങ്ങളിലേക്ക് ഒരുപാട് തോന്നുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് കാത്തിരുന്നിട്ട്, നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് ഇതിന്റെ പുറകെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം, അവരുടെ പുറകെ നിങ്ങൾ ബെഗ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, അതിലൊരു റിസൾട്ട് കിട്ടി കാണില്ല. മാനിഫെസ്റ്റ് ചെയ്തിട്ടോ മറ്റെന്ത് പ്രാർത്ഥന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവിക ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയിട്ടൊന്നും ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ ഒരുപാട് ഇങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് ഒന്നും എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്നും മനസ്സുകൊണ്ടല്ല എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ഫിസിക്കൽ കണ്ടീഷനിൽ നിന്ന് ഒരു ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം കംപ്ലീറ്റ്ലി അഡിക്റ്റ് ആവാതെ വൺസ് നിങ്ങൾ ഇതിൽ നിന്നൊന്ന് ലെറ്റ് ഗോ ചെയ്യുക. ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ഒരു ബന്ധം ഉപേക്ഷിച്ചിട്ട് മാറി പോവുക എന്നുള്ളതല്ല. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിന്നോട്ടെ, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് മാത്രം നിങ്ങൾ അഡിക്റ്റ് ആവാതിരിക്കുക. അതൊരു സൈഡിൽ മാത്രം നിർത്തിക്കൊണ്ട് നിങ്ങളുടേതായ ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് നിങ്ങൾ കടന്ന് ഇതിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ടേക്ക് പോകൂ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ചേസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ എന്താണോ അവരിലേക്ക് ചെയ്തത് അതേ കാര്യം ഇവർ നിങ്ങളിലേക്ക് ചെയ്യും. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് വ്യക്തികളുടെ എനർജി തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് എങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. okay, അതായത് നിങ്ങളുടേതായ ഒരു സന്തോഷത്തിലേക്കൊക്കെ നിങ്ങൾ കടന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇപ്പൊ ഇവർ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹൈ എനർജിയിലേക്ക് എത്തിയപ്പോൾ, കാരണം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ എപ്പോഴും ഒരു ടെലിപ്പതി കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ടെലിപ്പതി കണക്ഷനിൽ നിങ്ങളുടെ എനർജി ലോ ആയിരുന്ന സമയത്ത് ഇവർ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അവർ മാറി 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 അകന്നു പോകുന്ന ഒരു എനർജി ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ ഹൈയിലേക്ക് വന്നപ്പോൾ ഇപ്പൊ ഇവർ നിങ്ങളിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയവും അതുപോലെ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷനും തോന്നുന്നത്. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉൾപ്പെടെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ആ ഒരു സ്നേഹ കൈമാറ്റം ഉടനെ തന്നെ നടത്തണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട്.
ആകെയുള്ള ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഒരു മെന്റാലിറ്റിയിൽ വരാനുള്ള ഒരു മാറ്റങ്ങളാണ്. അത് അവർ തന്നെ മാറ്റാൻ തയ്യാറാണ്. എങ്കിലും അവർ ആദ്യം ഒന്ന് നിങ്ങളെ തന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അതായത് നിങ്ങളായിട്ടൊന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വാർത്ഥത കൈവിടാതെ അവർക്ക് അതിൽ തന്നെ പിടിച്ച് മുന്നോട്ടേക്ക് പോകാമല്ലോ എന്നൊരു ചിന്ത. okay. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ person ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഒരു aim അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു relationship നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കം വേണം എന്ന് തന്നെയാണ്. നിങ്ങളുമായിട്ടുള്ള relationship ൽ എല്ലാ രീതിക്കും ഒരു തുടക്കം കൊണ്ടുവരണം. നിങ്ങളോടൊന്ന് സംസാരിക്കാനൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഒരു energy ആണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു person ഉമായിട്ട് സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് നാളുകളായിട്ടുണ്ടായിരിക്കാം. ഇവർ തന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ block ചെയ്തിട്ടും വെച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഇവർ തന്നെയായിരിക്കാം നിങ്ങളോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി ഇവർ വരില്ല. അതുപോലെ തന്നെ ഇവരെ നിങ്ങൾ ശല്യം ചെയ്യരുത്. നിങ്ങൾ എത്ര പുറകെ വന്നിട്ടും കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ beg ചെയ്ത് പോയ സമയത്തൊക്കെ പറഞ്ഞു പോയ വ്യക്തികളായിരിക്കും. അപ്പോൾ അതിന്റേതായ ഒരു ജാള്യത എല്ലാം ഇവരുടെ മനസ്സിലുണ്ട്. ഇനി എങ്ങനെ നിങ്ങളെ ഒന്ന് communicate ചെയ്യും എന്നൊരു ചമ്മലൊക്കെ ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ cheat ചെയ്തിട്ട് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിന്റേതായ ഒരു ഭയവും ഇവരിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളോടൊന്ന് സംസാരിക്കാനും നിങ്ങളുടെ ആ ഒരു sound കേട്ട് നിങ്ങളുമായിട്ടൊന്ന് communicate ചെയ്യാനൊക്കെ മനസ്സുകൊണ്ട് ഇവരുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് സിംഹം പോലെ ഗർജിച്ച് നിന്ന ആ ഒരു person ഇപ്പോൾ ഒരു ആട്ടിൻകുട്ടിയായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥ. okay. എങ്കിൽ ആ ഒരു ഗർജന സ്വഭാവമൊക്കെ ഇവരുടെ ഉള്ളിൽ കുറച്ചൊക്കെ balance ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിന്റെ കൊണ്ടിട്ട് തന്നെയാണ് പെട്ടെന്ന് ആ ഒരു വരവിലേക്ക് ഇവർ എത്താത്തത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രത്തോളം ചെയ്തിട്ടും ഈ ഒരു person നിങ്ങളിലേക്ക് attract ആവാതെ ഇങ്ങനെ നിന്നിരുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകം create ചെയ്ത് നിങ്ങളുടെ energy vibrate ചെയ്തിട്ട് ആ ഒരു high ലേക്ക് എത്തുന്ന ഈ ഒരു time ൽ ഇവർക്കൊരു പൂർണ്ണമായിട്ടുള്ള transformation നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ തീർത്തും ദയനീയമായ ഒരു situation തന്നെയാണ്. ഒരു സമയത്ത് എല്ലാവരും 100 പേരുടെ ഇടയിൽ ഭയങ്കര happy ആയിട്ട് ആഘോഷിച്ച് നടന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 പേര് പോയിട്ട് ഒരാൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ തീർത്തും ഒറ്റപ്പെട്ട ഒരു hermit energy യിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന situation ആണ്. അങ്ങനത്തെ ഒരു situation വന്നപ്പോഴേക്കും ആണ് ഇവർ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾ chase ചെയ്ത് വരാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. കാരണം ചെയ്തു പോയ തെറ്റുകൾ, അവരായിട്ട് തന്നെ വരുത്തിയ ഒരു damage കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഈ ഒരു ബന്ധം നല്ലതായിരുന്നു, നീയായിരുന്നു ഇതിനെ നശിപ്പിച്ചത് എന്നുള്ളത് അവർക്ക് ചുറ്റും കൂടെ നിൽക്കുന്നവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അവരുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കൂടി കേട്ട് അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതൊന്നും കാണിക്കുന്നില്ല, തർക്കിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവരത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു സമയത്ത്. ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം ഇത്രത്തോളം complicated ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈഗോയും ഇതിനകത്ത് ഒരു പ്രശ്നമാണ്. അതിനെയും ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഒരു genetic nature അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അത് change ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരുപാട് മനസ്സുകൊണ്ട് അവർ വേദനിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു nostalgia card ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ relationship നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഇവർ എത്രമാത്രം happy ആയിരുന്നു, അതുപോലെ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കൊടുത്തിരുന്ന ആ ഒരു support എത്ര വലുതായിരുന്നു, അതുപോലെ അവരും നിങ്ങൾക്ക് അതനുസരിച്ചുള്ള support ഉം കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു ഓർമ്മകളും അതുപോലെ തന്നെ ആ ഒരു നിങ്ങൾ ആഘോഷിച്ച് മതിമറന്ന് നടന്നിരുന്ന ആ ഒരു സമയവും എല്ലാം ഇവർക്ക് ഇപ്പൊ miss ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കരമായ ഒരു trap ൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു emotion trap ലാണ് അവർ നിൽക്കുന്നത്. അതിൽ നിന്ന് move on ചെയ്യാനായിട്ടുള്ള ഒരു solution ആയിട്ട് അവർ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങളിലേക്കുള്ള ഒരു യാത്ര തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള positive ആയിട്ടുള്ള ഓർമ്മകൾ, ആ ഒരു hope ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളെ ഒരുപാട് miss ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു commitment again എന്തൊക്കെ risk എടുത്തിട്ടാണെങ്കിലും തരണം എന്ന് തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം തന്നെ മുന്നോട്ടേക്ക് നീക്കി ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഈ relationship ൽ നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നൽകി നിങ്ങളുടെ ആ ഒരു കൈ പിടിച്ചു കൊണ്ടിട്ട് തന്നെ വൈകാരികപരമായിട്ട് ഇതിനകത്തൊരു പുതിയ തുടക്കം കുറിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഈ ഒരു ബന്ധത്തെ. ഒരു കാരണവശാലും ഈ ഒരു relationship എന്ന് പറയുന്നത് നിലച്ചു പോകുന്ന രീതിയിലേക്ക് ആകരുത് എന്നുള്ളതാണ് അവരുടെ ഇപ്പൊ മനസ്സുകൊണ്ടിട്ടുള്ള ഒരു തീരുമാനവും അതുപോലെ തന്നെ അവരുടെ ഒരു thoughts നിലനിൽക്കുന്നത് ആ ഒരു രീതിയിലാണ്. നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പൊ അവർ ചിന്തിക്കുന്നത്. ഓരോ നിമിഷവും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അവർ ഈ ഒരു ഒറ്റപ്പെടലിൽ അവർക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എത്രത്തോളമാണോ അവർക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ depth എന്നുള്ളത് ഇപ്പൊ ഈ ഒരു time ലാണ് ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആ ഒരു ആഴം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ ഇവർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ടൊരു പാഷൻ തോന്നുകയാണ്. പാഷൻ എന്ന് വെച്ചാൽ അവരൊക്കെ ചിലപ്പോൾ ഒരു സമയത്ത് അവർക്ക് അവരുടെ കരിയർ ഒക്കെ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അവർക്ക് ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിരിക്കാം. സെക്കൻഡറി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ അവരുടെ ഒരു കരിയർ, അവരുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിലായിട്ട് തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് കുറച്ചധികം ഡൗൺ സ്റ്റേജ് ആയതുകൊണ്ടിട്ടും അതുപോലെ നിങ്ങളുടെ മുന്നിൽ അവർ ഭയങ്കരമായിട്ടൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവരുടെ ഒരു വീക്ക് പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ട് അവരായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുക, നിങ്ങളെ പോലും നല്ല രീതിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ട് നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി അവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു weak ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ആ ഒരു down stage നിങ്ങൾ കാണണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അത് കാണരുത് എന്നുള്ളൊരു സ്വാർത്ഥത തന്നെയാണ് അവർക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു മടിയായിട്ട് വന്നിരിക്കുന്നത്. അവർക്കൊരു healing ആവശ്യമാണ് എന്നുള്ളത് അവരിപ്പോ ചിന്തിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും അവർക്കൊരു healing വേണം, ഒരു transformation വേണം. കാരണം അവരുടെ ആ ഒരു ധാർഷ്ട്യം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു egoism ആണെന്നുണ്ടെങ്കിലും അതുപോലെ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു തെറ്റിന്റെ ആ ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും ഒരു negativity എല്ലാം completely അവരിൽ നിന്ന് heal ആയിട്ട് പോകണം. past ഇനി ഒരു രീതിയിലും present നെ affect ചെയ്യരുത്, അതുപോലെ അത് future ലേക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരരുത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത്രത്തോളം മനോഹരമായിട്ട് തന്നെ വേണം ഈ ഒരു ബന്ധത്തിന്റെ ഒരു നിലനിൽപ്പും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പും. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്വപ്നങ്ങളെയും നിങ്ങളുടെ ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്തെയും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയമാണ് എങ്കിൽ പോലും ഈ ഒരു ബന്ധത്തിന്റെ ഒരു courage, ഒരു വളർച്ച ആഗ്രഹിച്ചു കൊണ്ടിട്ട് എല്ലാ രീതിക്കും അതിനെ സ്വപ്നം കണ്ടുകൊണ്ടിട്ട് അതിന്റെ പുറകെ ഇവരിപ്പോ chase ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. chase ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് ഇവരായിട്ട് തന്നെ ഇവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു current thoughts, true thoughts ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് visualization ആണ് ചെയ്തിരിക്കുന്നത്, manifestation ആണ്. കാരണം പെട്ടെന്ന് നിങ്ങളിലേക്ക് നേരിട്ട് വരാനായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു മടി കാര്യങ്ങൾ ഇവർക്ക് കാണുന്നുണ്ട്. ആ ഒരു സ്വാർത്ഥ മനോഭാവം ഇവരിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം ഇവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇവർ manifest ചെയ്ത് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് വിശ്വാസത്തിലൂടെ ഒന്നും പോയ വ്യക്തികളായിരിക്കില്ല. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അവരുടെ ആ ഒരു സത്യമായ കാര്യങ്ങളിലേക്ക് അവർ വന്ന് തിരിച്ചറിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ universe ആയിട്ട് spiritually ഒക്കെ ഭയങ്കരമായിട്ട് ഇവർ connected ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരുടെ life ലേക്ക് attract ആവാൻ ഇവർ തന്നെ നിങ്ങളെ ഒരുപാട് manifest ചെയ്യുന്നുണ്ട്, visualize ചെയ്യുന്നുണ്ട്. mind full നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഈ relationship നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഒരു transformation period ലൂടെ കടന്നു പോകണം. ഒരു മാറ്റം ഈ ഒരു ബന്ധത്തിലും ഇവർക്കും ആവശ്യമാണ്. ഇവർക്ക് ഇവരെ തന്നെ heal ചെയ്യാൻ എടുക്കുമ്പോൾ ഇവർ ഈ ഒരു visualization ലൂടെയും manifestation ലൂടെയും നിങ്ങളുടെ ബന്ധത്തിനെയും പൂർണ്ണമായിട്ട് ഒരു cleanse ചെയ്തിട്ട് നല്ലൊരു growth ലേക്ക്, നല്ലൊരു correct path ലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവർ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു support തിരിച്ച് ഇനിയും നിങ്ങൾക്കും തരണം. നിങ്ങൾ നിൽക്കുന്ന ആ ഒരു situation ൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് പോലെ ഇവർക്ക് സ്വയം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു വരണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് support ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകണം. ആ ഒരു partnership മുന്നോട്ടേക്ക് നിലനിർത്തണം. അത്രത്തോളം പ്രണയം നിങ്ങളുമായിട്ട് കൈമാറണം എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു energy ഇവർക്ക് correct match ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ആ ഒരു vibe മായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇണങ്ങി പോകുന്ന വ്യക്തികൾ തന്നെയാണ്. ഇവരുടെ ഒരു എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകളൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം സമാധാനപരമായിട്ടാണ് ഇവർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം അവരുടെ ഒരു ക്യാരക്ടറിനെയൊക്കെ മാറ്റാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. good things come to those who wait എന്നാ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവരാൽ കഴിയുന്ന രീതിയിൽ ഇവരുടെ ക്യാരക്ടറിനെ ഇവർ ആദ്യം തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോഴേക്കും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അട്രാക്റ്റ് ആകും എന്നൊരു വിശ്വാസം, ആ ഒരു തിങ്കിങ്ങിലാണ് ഇവരിപ്പോ നിൽക്കുന്നത്. വളരെയധികം വിശ്വാസത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും
അല്ലെങ്കിൽ ഇതിന്റെ ഒരു മുന്നോട്ടേക്കുള്ള പോക്കിന് വേണ്ടിയിട്ടും വളരെ സമാധാനപരമായിട്ട് ഓരോ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. കുറച്ച് നിങ്ങളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇവരുടെ റിലേഷൻഷിപ്പിലേക്ക് അട്രാക്ട് ആകുന്നില്ല എന്നൊക്കെ ഇവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും, ചമ്മലുണ്ടെങ്കിലും ജാള്യതയുണ്ടെങ്കിലും എന്ത് സ്വാർത്ഥതയുണ്ടെന്ന് പറഞ്ഞാലും റിലേഷൻഷിപ്പ് കൈവിട്ട് പോകരുത് എന്നുള്ളൊരു ചിന്ത കേറിയിട്ടുണ്ട്. ഒറ്റപ്പെടലിൽ നിൽക്കുന്നത് കൊണ്ടിട്ടും അനുഭവിക്കുന്ന ആ ഒരു വേദനകളിൽ നിന്നൊരു മാറ്റം വേണം. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് കേൾക്കേണ്ടി വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പോഴും ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും ഇവരെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു തിരിച്ചറിവുകളും ഇവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ചിന്തകളൊക്കെയാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ ബന്ധത്തിലൊരു flow കൊണ്ടുവരണം. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷവും സമൃദ്ധിയും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വിധിയെ പഴിച്ചുകൊണ്ട് ബന്ധം നിന്ന് പോകട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ ഇവർ എന്തായാലും തയ്യാറല്ല. കാരണം വിധി എന്ന് പറയുന്നത് എല്ലാവരും സ്വയം തീരുമാനിക്കുന്നതും കൂടെ അതിനകത്ത് ഒരു പങ്കുണ്ട് എന്നുള്ളത് ഇവരിപ്പോ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇവരാൽ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപക്ഷെ സാധിച്ചേക്കും എന്നൊരു വിശ്വാസം ഇവരിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വിധി ആണല്ലോ ഇത്, ഇങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളത് ഇവർ ചിന്തിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കിലേക്ക് ഇവർ തിരിച്ചു വരാനായിട്ട് തയ്യാറാകുന്നത്. ഇവരുടെ intuition പറയുന്നതനുസരിച്ചിട്ട് ഇവർ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണ്. ഇവരുടെ കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്താൻ ഇവർ തയ്യാറെടുക്കുകയാണ്. ഒരുപാട് affirmations കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു life purpose എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനെ വളരെയധികം മനോഹരമാക്കിക്കൊണ്ടിട്ട് ഒരു family life ആയിട്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ relationship എന്ന് പറയുന്നത് family ആയിട്ട് പോകുന്നവരോ അല്ല നിങ്ങൾ family യിലേക്ക് കടക്കാൻ നിൽക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി അവർ അതിന്റെ purpose, അവരുടെ ഒരു life purpose അല്ലെങ്കിൽ അവരുടെ ഒരു ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊരു കർമ്മയാണ്, അല്ലെങ്കിൽ അവർ അനുഭവിക്കേണ്ടതും അതുപോലെ അവർ face ചെയ്യേണ്ടത് ഒരു period ലൂടെയാണ് അവർ വന്നിരിക്കുന്നത്. ആ ഒരു destiny എന്ന് പറയുന്ന കാര്യത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു path ൽ ദുർഘടം പിടിച്ച കുറേയധികം കാര്യങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്നൊരു തിരിച്ചറിവ് മനസ്സിലാക്കിയിട്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പ്രണയം നിങ്ങളോട് തോന്നുന്നതിനോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് respect ഉം തോന്നുന്നുണ്ട്. ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുന്നല്ലോ എന്നൊരു ചിന്ത ഇവർക്ക് ഒരുപാട് ഒരു blessed feel ആണ് തരുന്നത്. കാരണം നിങ്ങളെ ഇവരുടെ life ലേക്ക് കിട്ടിയതിൽ ഇവർക്ക് ഒരുപാട് blessed feel വരുന്നുണ്ട്. അവർ ഒരുപാട് gratitude ഈ ഒരു time ൽ പറയുന്നുണ്ട്. വളരെയധികം positive ആയിട്ടുള്ള thoughts തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരിലേക്ക് വരുന്നത്. അവർ നിൽക്കുന്ന situation ൽ എത്രത്തോളം negativity ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് positive ചിന്തകളാണ് വരുന്നത്. അതുപോലെ നിങ്ങളുടെ energy, നിങ്ങളുടെ ഇപ്പോഴത്തെ energy, ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ വളരെ positive ആയിട്ട് തന്നെ എത്തുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. ഏത് situation വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ overcome ചെയ്തിട്ട് positive ലേക്ക് ആക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ മാത്രമായിട്ട് നിങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണല്ലോ, അതായത് ഇവരെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തകളൊക്കെ വരുന്നത് കൊണ്ടിട്ട് ഇതിലേക്ക് തന്നെ focus ചെയ്ത് എല്ലാ രീതിക്കും ഒരു growth ലേക്ക് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് നിങ്ങളെ dream ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ person. അവരുടെ ഒരു വലിയ dream എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു possibilities, ഇതിന്റെ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഒരു opportunity കണ്ടുപിടിച്ച് ഇതിനകത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് അവർ ഇപ്പോൾ dream ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരിപ്പോൾ പ്രവർത്തിക്കാനും തയ്യാറെടുക്കുകയാണ്. ഒരു joyful living തന്നെ നിങ്ങളുമായിട്ട് വേണം. ഒരു സന്തോഷകരമായ ജീവിതമാവണം നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഈ ഒരു ബന്ധത്തിന്റെ success വളരെയധികം വിശ്വാസത്തോടു കൂടി ഇതിനകത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇതിനൊരു success തന്നെ ആയിരിക്കണം. ഒരിക്കലും കൈവിട്ട് ഇതിനെ പോകരുത്. നീതിപൂർവമായിട്ട് തന്നെ നിങ്ങളോട് പെരുമാറണം. നിങ്ങൾക്ക് അർഹമായ സ്നേഹം നിങ്ങൾക്ക് നൽകി balancing ൽ തന്നെ ഈ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ sun energy വന്നിട്ടുണ്ട്. success ആണ് again കാണിച്ചിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് energies ൽ നമുക്ക് success വന്നിട്ടുണ്ട്. ഈ relationship ന്റെ കാര്യത്തിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് success ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ communication card ആണ് വന്നിരിക്കുന്നത്. hope ഇവിടെ വന്നിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ ഇരിക്കുന്നത്. relationship ൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു personal നിങ്ങൾക്ക് ഒരു communication, ഒരു call ഓ message ഓ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ ബന്ധം എത്തി നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു communication അവരിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഇനി അല്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ start ചെയ്തിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു call ഓ message ഓ അല്ലെങ്കിൽ നേരിട്ട് ഒരു meeting ഓ re-meet വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ person ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ relationship നെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും think ചെയ്യുന്ന അവരുടെ ഒരു current true thoughts ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ ചെയ്യാൻ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു energy തന്നെയാണ് കാണിക്കുന്നത്. കാരണം ബന്ധത്തിനെ വിട്ടുകളയാനോ relationship വിട്ടുപോകാനോ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഇതൊരു വിധിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനോ ഒന്നും അവരിപ്പോൾ
ചിന്തിക്കുന്നില്ല. കാരണം ഇതൊരു വിധിയല്ല. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ പുറകെ വരിക തന്നെ ചെയ്യും. കാരണം അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളാണ് അവരുടെ ഒരു ബാക്ക്ബോൺ എന്നുള്ള രീതിക്കാണ് അവരിപ്പോൾ കരുതിക്കൊണ്ടിരിക്കുന്നത് പോലും. അത്രത്തോളം ഒരു പ്രണയം അല്ലെങ്കിൽ അത്രത്തോളം ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് തോന്നി നിൽക്കുന്നു. ഒരു റെസ്പെക്ട് അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് തോന്നി നിൽക്കുന്ന ഒരു വ്യക്തി. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്കിവിടെ നോക്കാം. അപ്പൊ ഈ ഒരു ക്ലൂസ് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണുമായിട്ടൊക്കെ എന്തെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പുണർദം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ, അവിട്ടം, ടി എന്നൊരു ലെറ്റർ, അശ്വതി, 38, എം എന്നൊരു ലെറ്റർ, ഡി എന്നൊരു ലെറ്റർ, അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, ആർ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്, ഡി വന്നിട്ടുണ്ട്, എ എന്നൊരു ലെറ്റർ, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, തൃക്കേട്ട എന്നൊരു സ്റ്റാർ, വിത്തിൻ 3 months ആണ് ചിലവരുടെ കേസിൽ കാണിക്കുന്നത്. ആർ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്, കൊല്ലം ഡിസ്ട്രിക്റ്റ്, കോട്ടയം, എസ് എന്നൊരു ലെറ്റർ, എൻ എന്നൊരു ലെറ്റർ, എ എന്നൊരു ലെറ്റർ, 28, ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ, പാലക്കാട്, 35, ജൂൺ എന്നൊരു മന്ത്, എ എന്നൊരു ലെറ്റർ അഗൈൻ വന്നിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് ലെറ്റേഴ്സ് എല്ലാം നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 7 എന്നൊരു നമ്പർ ആണ്. 7 days ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതുമാണ്. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.